കുറച്ച് വിദ്യാർത്ഥികാരുണ്ട് അത് പറയുന്നത് അവരെ വാദം എന്താ അറിയോ? സംഘടന എന്തിനാ സ്വർഗത്തിൽ കിടക്കാൻ? സംഘടന വേണോ? നമ്മളെ ഈ ശൈഖ് പോരെ. ഏത് ശൈഖ്? ഏത് ശൈഖ്? ആലിമീങ്ങളെ ചീത്ത പറഞ്ഞു നടക്കുന്ന ശൈഖ്. അവന്റെ പേര് ശൈഖ്. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞ കുയ്യാന. ഈ കക്ഷികൾ ചോദിക്കാണ്, ഞാൻ ചോദിക്കട്ടെ, ആയിരക്കണക്കിന് മദ്രസകൾ, അവിടെ ലക്ഷക്കണക്കിന് മുഅല്ലിമീങ്ങൾ, ചെറിയ മക്കൾക്ക് ഇൽമു കൃത്യമായി മദ്രസ പഠിപ്പിക്കുന്നു. ഇതില്ലാത്ത ഒരു നാട് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോ ധാരാളം വരുന്നു തൊഴിലെടുക്കാൻ വേണ്ടി. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ. പേരെന്താണ്? റഹ്മത്തുള്ള, സദഖത്തുള്ള, അതെ ഹബീബുർ റഹ്മാൻ. നിനക്ക് പേര് മോനെ നിസ്കരിക്കാൻ അറിയോ? നിസ്കരിക്കാൻ അറിഞ്ഞൂടാ? ഐ ഡോണ്ട് നോ. ഒന്നും അറിയോ? ഒന്നും അറിയില്ല. അതെ അറിയില്ല. എന്താ ഇങ്ങനെ ആയിപ്പോയത്? സംഘടന ഉണ്ടായില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായില്ല. അവിടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല. അതേപോലെ നേരത്തെ നമ്മുടെ ഉലമാക്കൾ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല. അതേപോലെ ഉള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ, അവർക്ക് ഈമാനില്ല എന്ന് പറയാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, അവർക്ക് ഈമാനൊക്കെ ഉണ്ട്. പക്ഷേ നിസ്കാരമില്ല, വുദുഇല്ല, കുളിക്കാൻ അറിയില്ല, ഫാത്തിഹ ഓതാൻ അറിയില്ല. എന്താ സംഭവിച്ചത്? ഇവിടെ പ്രവർത്തിച്ചതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന, പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘടനാ പ്രവർത്തനം ഇല്ലാതെയായ ദിനങ്ങൾ അവരെല്ലാവരും ഐത്താമുകളായി പോയി. അവരെല്ലാവരും അനാഥകളായി പോയി. അവർക്ക് ഇൽമു കിട്ടിയില്ല. സുഹൃത്തുക്കളെ, അതേപോലെ ഒരവസ്ഥ ഈ നമ്മുടെ കേരളത്തിലും ദക്ഷിണ കന്നഡയിലുമൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ദീനിന്റെ ശത്രുക്കൾ. ആ ശത്രുക്കളാണ് സംഘടന വേണോ സ്വർഗത്ത് കടക്കാൻ. നമ്മളെ ശൈഖിന്റെ കൂടെ ഇങ്ങനെ നടന്നാ പോലും എന്ത് ചേക്ക്? അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ കക്ഷികൾ, അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. ഇത് നിങ്ങൾ